വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലും ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ച് സാരി വാങ്ങണമെന്ന്. അങ്ങനെ കുറച്ച് സാരി എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഓൺലൈനായിട്ട് സാരി വാങ്ങുന്നത് കുറവാണ്. എന്നാലും ഇടയ്ക്ക് വാങ്ങും കേട്ടോ, ചെറിയ തുകയുള്ളത്, വലിയതായിട്ട് ഞാനങ്ങനെ വാങ്ങാറില്ല. അങ്ങനെ ഞാൻ മീഷോന്ന് കുറച്ച് കണ്ട് റിവ്യൂ നോക്കി ഇഷ്ടപ്പെട്ടെടുത്ത കുറച്ച് സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4 സാരി. അപ്പോൾ ആ സാരിയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്കോ എന്തെങ്കിലും സംശയമുള്ളവർക്കോ അങ്ങനെ എല്ലാവർക്കും കൂട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കൂടുതൽ വരച്ചിട്ടാണ് ഫസ്റ്റിലത്തെ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ മോഡൽ എനിക്ക് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മൊത്തത്തിൽ ആ ഒരു കളറ്, ആ ഒരു പാറ്റേൺ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഒരു സാരിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്കും ഞാൻ ഇട്ടിട്ടുള്ള റിവ്യൂ വീഡിയോ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തേതാണ് മോഡൽ എങ്ങനത്തേതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഇതാണ് സാരി വന്നിട്ട്, അതായത് സാറ്റിൻ മെറ്റീരിയലാണ്. എൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 539 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ പ്യൂർ സാറ്റിൻ അല്ലാന്ന് തോന്നുന്നു. കൊള്ളാം പക്ഷെ കേട്ടോ. എനിക്ക് ഒരു ജിൽ ഒരു ഗിൽ അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ട് കണ്ടോ. സൈഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബീഡിൻ്റെ ലേസാണ് കേട്ടോ സൈഡിൽ കൊടുത്തേക്കുന്നത്. എനിക്കിതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കളർ പാറ്റേൺ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് തന്നെ. കണ്ടോ, ഫുൾ ഇതാണ് കേട്ടോ. ഏകദേശം താഴെ ബോർഡർ വരുമ്പോഴത്തേക്ക് വരെ ഈ ഒരു മോഡലാണ് ഉള്ളത്. ഈ ഒരു ലേസ് വർക്കാണ്, പ്ലെയിൻ സാരിയാണ്. ലേസ് വർക്ക് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഫുൾ ബീഡിൻ്റെ ലേസ് വർക്കാണ്. പക്ഷെ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. വിത്ത് ബ്ലൗസാണ് കാണിച്ചു തരാം കേട്ടോ. വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. വിത്ത് ബ്ലൗസ് വലിയ മെനയൊന്നുമില്ല, അതിൽ കാര്യമില്ല, അത് പിന്നെ എങ്ങനെ ആയിരിക്കുമല്ലോ. ഇതാണ് കേട്ടോ ബ്ലൗസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. എൻ്റെ ഹൈറ്റിനും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ബാക്കി എല്ലാം പക്കാണ് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഒരു കളർ പാറ്റേണും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, അടുത്ത് കാണിച്ചു തരാം. ഈ ഒരു മെറ്റീരിയലാണ്. പ്യൂർ സാരി അത്ര സോഫ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആ ഒരു റേറ്റിന് അടിപൊളിയാണ് ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്ക്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാരിയുടെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബെൽറ്റും കൂടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, വേസ്റ്റിൽ ഇങ്ങനെ കെട്ടിവെക്കാം. അതിങ്ങനെ കെട്ടിവെക്കേണ്ട മോഡലും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഒരു വീഡിയോ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കണ്ടോ, ഒരു ബെൽറ്റും കൂടിയിട്ട് അവരതിൻ്റെ കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. കാണുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉടുത്ത് നോക്കുമ്പോഴത്തേക്ക്, ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ അതായതുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് അവർ ബെൽറ്റിന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതാണ് കേട്ടോ ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതാണ് ഒരു സാറ്റിൻ സാരി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുള്ള ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളർ കേട്ടോ. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാരിയാണ് കേട്ടോ. സെക്കൻഡ് സാരി എന്ന് പറയുമ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ സാരി വേസ് നമുക്ക് നല്ല ഭംഗിയുണ്ട്. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ലേസ് വർക്കാണ്, ഫുൾ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അടിപൊളി സാരിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഞാനിവിടെ ഇതിൻ്റെ പിക്ക് കൊടുത്തേക്കാം. പക്ഷെ ആ പിക്കിൽ കണ്ടതുപോലെ തിൻ മെറ്റീരിയൽ അല്ല കേട്ടോ. തിൻ മെറ്റീരിയൽ അല്ല, അത്യാവശ്യം നല്ല തിക്ക് മെറ്റീരിയലാണ്. അവർ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്ക് ബനാറസി സിൽക്കാണെന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അതിൽ കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു തിന്നായിട്ട് തോന്നും, കുറച്ചൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇങ്ങനെ വീട്ടിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗി ഉടുക്കുമ്പോൾ. പക്ഷെ അതങ്ങനെ ആണെങ്കിൽ കൂടിയും നല്ല ഭംഗിയാണ് കേട്ടോ. ഉടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റിച്ച് ലുക്കൊക്കെ തരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. കണ്ടോ, സ്റ്റിഫാണ്. താഴെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ്. അങ്ങനെ ഒരു ലോക്കൽ തയ്യലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമല്ല. നല്ല സ്റ്റാൻഡേർഡാണ്, നല്ല രീതിയിലാണ് കേട്ടോ. കണ്ടോ, ടാസിൽസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫുൾ ലേസ് വർക്കാണ് കേട്ടോ. ഇങ്ങനെ പോയേക്കുന്നത് ഫുൾ ലേസ് വർക്കാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇടാം. കണ്ടോ,
ഫുൾ ലേസ് വർക്കാണ്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 930 ആണ് കേട്ടോ. 930 രൂപ കേട്ടോ. ലെങ്ത് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പക്കായാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമുണ്ടോ ഞാൻ പറയുന്നത്. ചെറിയ രീതിയിലൊരു സ്റ്റിഫ്നെസ് എനിക്ക് കുറച്ചുകൂടെ ഒഴുകി കിടക്കുന്ന ടൈപ്പാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാവും എനിക്കറിയത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നല്ല കുറച്ച് ഒതുങ്ങി ഇത് നമ്മൾ അയൺ ചെയ്തൊക്കെ വെക്കുമ്പോൾ പ്ലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടായികയൊന്നുമില്ല, നല്ല ഭംഗിയാണ്. ഉടുക്കുമ്പോഴത്തേക്കാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാണ്ടോ, അടിപൊളി സാരിയാണ്, ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് അവർ ബ്ലൗസ് പീസും തരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് നോർമൽ അറിയാലോ, ആസ് യൂഷ്വൽ ഒന്നിനും അത്ര കൊള്ളാത്ത ടൈപ്പ് ബ്ലൗസ് പീസാണ് ഇത് കേട്ടോ. സെപ്പറേറ്റ് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വലിയ മെനയൊന്നുമില്ല, വലിയ മെച്ചവുമില്ല കണ്ടോ. ഇതാണ് ബ്ലൗസ് പീസൊക്കെ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ റേറ്റിന് ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയാൻ കേട്ടോ. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് റേറ്റിന് ഓക്കെ ആയിട്ടുള്ള ഫീലാണ് കേട്ടോ. നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കളർ. എന്താണ്, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ ഫേവറേറ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് ഇല്ലാതെ എന്ത് ഡ്രസ്, എന്ത് ഹോൾ വീഡിയോ അല്ലേ. അങ്ങനെ ഒരു വാങ്ങിയ ഒരു ബ്ലാക്ക് കളർ സാരിയാണ്. ഇവിടെ പിക്ക് കൊടുത്തേക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ ഒരു സാരിയാണ് കേട്ടോ. അതായത് ഈ ഒരു സാരിയാണ് റെഫറൻസ് പിക്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു സാരിയാണ് ഞാൻ വാങ്ങിയത്. കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇതാണ് കേട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല സാരി, ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഷിഫോൺ മെറ്റീരിയലാണ് കണ്ടോ. മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഷിഫോൺ മെറ്റീരിയലാണ്. ഈ ഒരു ലേസ് വർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലേസ് വർക്കാണ്. അടിപൊളി ലേസ് വർക്കാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ലേസ് വർക്ക്. ആ ഒരു മജന്ത, ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാരിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, അടിപൊളി സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് നമ്മൾ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും സൂപ്പർ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി സാരി കണ്ടോ. ഫുൾ ലേസ് വർക്ക് ഇങ്ങനെ പോയേക്കാണ്. മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ. ടാസിൽസ് നല്ലൊരു മജന്ത കളറിൽ, നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലൊരു ടാസിൽസ് ഇങ്ങനെ കൊടുത്തേക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 500 സംതിങ് എന്തേ ഉള്ളൂ റേറ്റ് വരുമ്പോഴത്തേക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചോ, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതും കംപ്ലീറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല. ഇതിൻ്റെ ലേസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലേസാണ് കൊടുത്തേക്കുന്നത്. ലെങ്ത് കാര്യങ്ങൾ എല്ലാം അടിപൊളിയാണ്, ഓക്കെയാണ്, അടിപൊളി പക്ക. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് ആസ് യൂഷ്വൽ ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെയാണ്. ഇത് തന്നെയാണ് ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക്. വലിയ മെനയൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക്. എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇങ്ങനത്തെ ബ്ലൗസ് പീസ് ഞാൻ യൂസ് ചെയ്യാറില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല ട്രാൻസ്പാരൻ്റ് ആണ് കണ്ടോ. ഇതാണ് ബ്ലൗസ് പീസ്, അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് അറ്റാച്ച്ഡ് ആണ്. ലേസ് കാര്യങ്ങൾ തന്നെ ബ്ലൗസിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി സാരി യൂസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അപ്പം നമുക്കിനി അടുത്ത സാരിയിലേക്ക് കിടക്കാം. അടുത്ത സാരി എന്ന് പറയുമ്പോൾ ഇതിലെ ഇന്നത്തെ ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് സാരിയാണ് കേട്ടോ. ലാസ്റ്റത്തെ സാരിയാണ്, 4ാമത്തെ സാരിയാണ്. 4 സാരി ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്താ പറയാ, എനിക്ക് ആ സാരിയെ കുറിച്ചിട്ട് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഈയിടെ ഒരു ഇൻസ്റ്റയിൽ റീല് കണ്ടു. ഈ ഒരു സാരിയുടെ റീല് കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ സാരി ഇത്ര സീരിയസ് നല്ല അടിപൊളി സാരിയൊക്കെ മീഷോയിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റീല് കണ്ടതിന് ശേഷം ആളോട് ലിങ്ക് ചോദിച്ചു. എനിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തന്ന് ഞാൻ വാങ്ങിയ ഒരു സാരിയാണ് കേട്ടോ. വന്നപ്പോൾ എൻ്റെ പൊന്നോ, അടിപൊളി സാരി ആയിട്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും ഈ ഒരു റേറ്റിൽ നമുക്കൊരു സാരി വാങ്ങാൻ പറ്റത്തില്ല, എനിക്ക് അത് ഉറപ്പാണ് കേട്ടോ. അത് അടിപൊളി ഒരു സാരിയാണ്. ഞാനിവിടെ പിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ സെയിം പിക്കിലുള്ള സാരി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സാരിയൊക്കെ ഇങ്ങനെ ഒരു പൗച്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു പൗച്ചിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ അതിന് മുന്നേ ആസ് യൂഷ്വൽ തുറന്ന് നോക്കി, ഉടുത്ത് നോക്കി എന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇതാണ് കേട്ടോ സാരി. അമ്മേ, അടിപൊളി സാരി കേട്ടോ. എന്തോ ഭംഗി എന്നറിയാമോ ഈ സാരി കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് കണ്ടിട്ടും മതിയാകുന്നില്ലെന്ന് വേണം പറയാൻ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡൊക്കെ അങ്ങനെ വരുന്ന സാരി കേട്ടോ. പിന്നെ താഴെ ഫുള്ളും സ്റ്റോൺ വർക്കാണ് കണ്ടോ. ഫുള്ള് സ്റ്റോൺ വർക്ക് കേട്ടോ, ഫുള്ള് സ്റ്റോൺ വർക്കാണ്. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സ്മെല്ല്. അമ്മേ, ഒട്ടും പറ്റുന്നില്ല കേട്ടോ.
ഈ ഒരു സാരി ഇങ്ങനെ റൂമിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ സാരി ഓക്കെ അടിപൊളിയാണ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഒട്ടും പറ്റാത്തൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ആ സ്റ്റോൺ ഇങ്ങനെ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഗമ്മിൻ്റെ സ്മെല്ലാണ്. പക്ഷെ എന്നാലും ഒരു വല്ലാണ്ട് ഇങ്ങനെ തലവേദന വരുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഗമ്മിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. കാരണം കുറച്ച് ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അതിൻ്റെ റൂമിൽ, ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് വാങ്ങിയ സാരിയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് റൂമിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് സാധനം. എന്നാലും ഇത്ര ദിവസമായിട്ട് ഞാൻ അത് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടും അതിൻ്റെ സ്മെല്ല് ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ. അത് സഹിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ദൈവം നിങ്ങൾ വാങ്ങിക്കരുത്. വല്ലാത്തൊരു സ്മെല്ലാണ് അതിന്. എന്ന് പറഞ്ഞാൽ ഒരു പശ, ഒരു ഗമ്മിൻ, ആ ഒരു പശയുടെ സ്മെല്ല് നമുക്ക് വല്ലാതൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് എക്സ്ക്യൂസ് ചെയ്തിട്ടാണെങ്കിൽ സംഭവം സൂപ്പറാണെന്ന് പറഞ്ഞാൽ അടിപൊളി പൊളി ഐറ്റം കേട്ടോ. ഞാൻ അടിപൊളി കേട്ടോ, എന്ത് സൂപ്പറാണെന്ന് കണ്ടോ. ഫുൾ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സ്റ്റോൺ കേട്ടോ. താഴെ വരുമ്പോഴത്തേക്ക് ബോർഡർ ഫുള്ള് ഈ ഒരു സ്റ്റോൺ വർക്കാണ്, സ്റ്റിച്ചിലല്ല ഗമ്മാണ് വെച്ചേക്കുന്നത്. എന്നാലും നല്ല രീതിയിൽ അവർ ഗം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഒരു ലേസ് പോലെ ഒരു സ്മെല്ല് കേട്ടോ. എനിക്ക് തീരെ പറ്റുന്നില്ല സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. വല്ലാത്തൊരു സ്മെല്ലാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അങ്ങനത്തെ ഒരു സ്മെല്ല് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളി ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്തിട്ടുള്ളതാണ്. അടിപൊളി കണ്ടോ, ഡബിൾ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും ഒരു ഗ്രീൻ, ഒരു കണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ, അങ്ങനത്തെ ഒരു അടിപൊളി സാരി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയും അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്ത് രസമല്ലേ. 1300 കേട്ടോ. റേറ്റ് വരുമ്പോഴത്തേക്ക് 1300 ആണ്. ആ കാശിൻ്റെ വേർത്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. എനിക്കറിയത്തില്ല, അടിപൊളി സാരിയാ. ലെങ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പക്ക. കളർ ആ ഒരു ഷിഫോൺ മെറ്റീരിയലാണോ, മെറ്റീരിയലിനെ കുറിച്ച് എനിക്ക് വലിയ ഇതാണല്ലോ, ഒരു ക്രസ്റ്റ് പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോഴത്തേക്കും മുന്താണി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കും കണ്ടോ. താഴെയും മേളിലും ബോർഡറുണ്ട്. അടിപൊളി സാരിയാണ് കണ്ടോ. ഷുഗർ ബീഡ്സ് അങ്ങനെ അതിൻ്റെതാണ്. ഫുള്ളും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കും. വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. സെയിം തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെയും കൈയുടെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റോൺ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 സാരിയുടെ കോഡും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന 4 സാരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ കാണുന്നത് വരയ്ക്കും